ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമുക്ക് നാളെ എക്സാം അടിപൊളിയായിട്ട് എഴുതണ്ടേ? അപ്പോൾ നമ്മളുടെ കെമിസ്ട്രി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് സാർ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഒന്ന്, നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ ആണ്, അഥവാ ആധുനിക പീരിയോഡിക നിയമം. അത് എങ്ങനെ ആധുനിക പീരിയോഡിക് ടേബിൾ ആരാണ്ടാക്കിയത്, മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ്ടാക്കിയത്? ഹെൻറി മോസ്ലി ആണ്. അദ്ദേഹം പറഞ്ഞതാണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഒരു മൂലകത്തിന്റെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ, അതല്ലെങ്കിൽ ആധുനിക പീരിയോഡിക നിയമം. നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടുള്ള ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ അത് മുഴുവൻ എഴുതാനായിരിക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഈ അറ്റോമിക് നമ്പർ എന്നുള്ളത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാവും പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് ആരാണ് ഇതിൻ്റെ ഇൻവെൻറ്റർ, അതായത് ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊന്നാണ് മക്കളെ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും. അതിൻ്റെ പ്രത്യേകതകൾ മക്കൾ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ പ്രത്യേകതകൾ? മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉണ്ട്. എന്താ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? ഉപലോഹം എന്ന് പറഞ്ഞാൽ ലോഹം, അലോഹം, ഉപലോഹം. ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നവർ. അതിന് മക്കൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറേ കുട്ടികൾ അത് പഠിക്കാതെയാണ് പോവുക. മെറ്റലോയിഡ്സ് അഥവാ ഉപലോഹത്തിന് ഉദാഹരണം മക്കൾ പഠിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഠിച്ചോ. സിലിക്കൺ, ജെർമേനിയം, ആഴ്സണിക്, ബോറോൺ ഒക്കെ പഠിച്ചു വെച്ചോ. അതിൽ സിലിക്കണും ജെർമേനിയം പഠിച്ചോ, രണ്ടെണ്ണം പഠിച്ചോ. അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സിലിക്കൺ, ജെർമേനിയം കേട്ടോ. ഉപലോഹം മെറ്റലോയിഡിന് എക്സാമ്പിൾ ആണ്. മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവർ ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ളവർ ഒരേ സ്വഭാവം കാണിക്കുന്നു. മറ്റൊന്നെന്താണ്? മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉണ്ട്. ലോഹം, അലോഹം, ഉപലോഹങ്ങൾ അതിലുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്ന മൂലകങ്ങളുണ്ട്. അതായത് വ്യത്യസ്ത ഭൗതികാവസ്ഥയുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. എന്നാലോ കഴിഞ്ഞില്ല കേട്ടോ. അതായത് നമുക്കറിയാം ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ ഉണ്ടല്ലോ. ഈ സംക്രമണ മൂലകങ്ങളുടെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ചോദ്യം എന്താ? നമുക്ക് നാളെ കാണാം. ഓക്കെ, എന്താണ് മക്കളെ? അതിലൊന്നാണ് ഗ്രൂപ്പ് 3 to 12 ആണ് സംക്രമണ മൂലകം. നിങ്ങൾക്ക് അറിയാം, അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാം. അതിനെ 4ാമത്തെ പീരീഡ് മുതലാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു ഐഡിയ മക്കൾ വെക്കണം. നമ്മുടെ പീരിയോഡിക് ടേബിൾ 1, 2, 3 പീരീഡ് വരെ സംക്രമണ മൂലകം ട്രാൻസിഷൻ എലമെന്റ് ഇല്ല. 4ാമത്തെ പീരീഡ് മുതലാണ് തുടങ്ങുന്നത്. ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും ലോഹങ്ങളാണ് എന്നാണ് പറയുന്നത്. സോ ഇതിന് മറ്റൊരു പ്രത്യേകതകൾ എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവരുടെയൊക്കെ ഇലക്ട്രോണുകൾ അവസാനിക്കുന്നത്, ഇലക്ട്രോൺ അവസാനം കൊണ്ടുപോയി ഇടുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. മറക്കരുതട മക്കളെ. എങ്ങനെയായിരിക്കും ചോദ്യം? പെനൽറ്റിമേറ്റ് ഷെല്ലിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ആരാണ്? ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ നമ്മളുടെ സംക്രമണ മൂലകം. അതായത് ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടിലുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടത്തുന്നത് നമ്മളുടെ സംക്രമണ മൂലകങ്ങൾ. അറിഞ്ഞു വെക്കുക. മറ്റൊരു കാര്യം, ഇവർ പീരീഡിലും ഗ്രൂപ്പിലും സമാനത കാണിക്കും. നമ്മളുടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമാണ് സമാനത കാണിച്ചത്, സിമിലാരിറ്റി കാണിച്ചത്. എന്നാൽ നമ്മളുടെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പിലാവട്ടെ പീരീഡിലാവട്ടെ സെയിം നാച്ചർ കാണിക്കും. അതിന്റെ കാരണം എന്താ? ഇവർക്ക് ഗ്രൂപ്പിലും പീരീഡിലും അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ സെയിം ആണ്. അതുകൊണ്ടാണ്. അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ ഗ്രൂപ്പിലും പീരീഡിലും ഒരുപോലെ ആയതുകൊണ്ടാണ്. ഈ സമാന സ്വഭാവം കാണിക്കാനുള്ള കാരണം തന്നെയാണ് അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകൾ തുല്യമായതുകൊണ്ടാണ്. അപ്പോൾ ഗ്രൂപ്പിൽ മാത്രമാണ് അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസ് തുല്യമെങ്കിൽ അതിനർത്ഥം ഗ്രൂപ്പിൽ സമാന സ്വഭാവം കാണിക്കും. എന്നാൽ ഗ്രൂപ്പിലും പീരീഡിലും അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ അഥവാ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ അഥവാ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ സെയിം ആയതുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പിലും പീരീഡിലും ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകം ഒരേ നാച്ചുർ കാണിക്കുന്നത്. ഇനി അതല്ലാത്ത കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഇനി ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അഥവാ പെനൽറ്റിമേറ്റ് ഷെല്ല് എന്ന് ഇംഗ്ലീഷ് പറയും കേട്ടോ. ഓക്കെ, ജനറലി എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും സമാന സ്വഭാവം കാണിക്കും. ദേ ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും ലോഹങ്ങളാണ്. ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ആര്? ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ. മക്കളെ, ഈ പറയുന്ന പ്രത്യേകതകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. സാർ ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേകതയിൽ നിന്നോ ഡെഫിനിഷനിൽ നിന്നോ ചോദ്യം ഉറപ്പിക്കാം. എന്നാൽ ഒന്ന് മാത്രമല്ല, ഒന്നിലധികം, സാർ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കിൽ ഒന്നിലധികം ടോപ്പിക്കിൽ നിന്നും നാളെ ഉറപ്പായും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരിക്കും? ചോദ്യം ഉണ്ടായിരിക്കും. സോ ആ ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് ഞങ്ങളുടെ സന്തോഷം. സോ നമ്മളുടെ മാരത്തോൺ നിങ്ങൾ മറക്കണ്ട. ആ മാരത്തോണിലേക്ക് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങളുടെ പുതിയ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ടഫ് ആവുകയല്ല ചെയ്യുന്നത്, പാറ്റേൺ മാറിയതാണ്. ആ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും. സോ ആ പാറ്റേണുമായി ഞങ്ങൾ ഇന്ന് മാരത്തോണിൽ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ സൈനിങ് ഓഫ്.